ഇത് 10 മണിക്ക് കളക്ടറേറ്റിൽ കൊണ്ടുകൊടുക്കണമെന്നാ മുതലാളി പറഞ്ഞത്. താൻ എന്താ താമസിച്ചത്? ബസ് കിട്ടണ്ടേ? ഇവിടുത്തെ പ്യൂൺ സഞ്ചരിക്കുന്നത് ബെൻസ് വണ്ടിയില്. അപ്പൊ വർക്ക് സൂപ്പർവൈസറായ ഞാൻ ഏത് വണ്ടി സഞ്ചരിക്കണം? നീ ശവവണ്ടിയിൽ സഞ്ചരിച്ചോ? ഇത് പിടിക്ക്, കൊണ്ടുപോക്ക്. അല്ല, മുതലാളിയുടെ പട്ടിയെ കുട്ടി കടിച്ചെന്ന് കേട്ടല്ലോ, എന്തായി? താൻ ഏത് കോത്താഴ്ത്തുകാരനാടോ? പട്ടിയെ കുട്ടിയല്ല കടിച്ചത്, കുട്ടിയെ പട്ടിയാണ് കടിച്ചത്. രണ്ടായാലും കടിച്ചല്ലോ, എന്നിട്ടെന്തായി? കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാ ശീല കുഞ്ഞിന് വരാൻ തോന്നിയത്. അവള് വന്ന് രാവും പകലും ശുശ്രൂഷിച്ചുകൊണ്ട് ആ മോള് രക്ഷപ്പെട്ടു. സാറിന് മണിയടിക്കാൻ പറ്റിയ സമയമായിരുന്നു. പക്ഷെ എങ്ങനെയാ വിശ്വസിച്ച് നോക്കുന്നത്? അതെന്താ? കടിച്ചത് പേപ്പട്ടിയല്ലേ. അതുകൊണ്ട് കൊച്ചെന്നെ എങ്ങാൻ പിടിച്ച് കടിച്ചാലോ? ഞാൻ ഒറ്റ പീക്കും. ശീലേ, ഗൗതമേട്ടൻ മരുന്ന് വഴിയാണോ? അതെ, വരൂ. ഞാനൊരു കത്തയച്ചിരുന്നത് കിട്ടിയോ? കിട്ടി, അതുകൊണ്ടാണ് ഞാനിപ്പോ വന്നത്. ശ്രീമോളുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. എങ്കിലും ഒരു 10 ദിവസം കൂടെ സൂക്ഷിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മറ്റന്നാൾ നമ്മുടെ വിവാഹ നിശ്ചയമാണെന്ന് നിനക്കറിഞ്ഞൂടെ? വിവാഹ നിശ്ചയം 2 ആഴ്ചത്തേക്ക് നീട്ടിവെക്കാൻ ഞാൻ അമ്മയ്ക്കും ഗൗതമേട്ടനും എഴുതിയിരുന്നല്ലോ. എന്താ കാരണം? നിശ്ചയം നീട്ടിവെക്കാൻ നിന്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചോ? ഗൗതമേട്ടൻ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വിവാഹ നിശ്ചയവും വിവാഹവും പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ചടങ്ങുകളാണ്. അത് മാറ്റിവെക്കണമെന്നാണോ നീ പറയുന്നത്? നിനക്കെന്താ, തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? 10 ദിവസം കൂടി കഴിഞ്ഞ ശ്രീമോളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവളെ ഈ നിലയിലിട്ടിട്ട് എങ്ങനെയാണ് ഗൗതമേട്ട ഞാൻ വരുന്നത്? അച്ഛനും അമ്മായും നാട്ടിലുള്ളവരെയൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. വരുന്നവരോട് എന്ത് സമാനം പറയണം? വരുന്നവരെല്ലാം നമ്മളെ അറിയാവുന്നവരല്ലേ ഗൗതമേട്ട? ഇന്ന് തന്നെ ചെന്ന് വിവരം പറഞ്ഞാ പോരെ? ശ്രീമോളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അടുത്ത വണ്ടിക്ക് ഞാൻ വന്നേക്കാം. എന്നോട് പിണക്കൊന്നും തോന്നരുത്. ഷിലേ, വിവാഹ നിശ്ചയം മാറ്റിവെക്കണ്ട. ഗൗതമനോടൊപ്പം വീട്ടിലേക്ക് പോയിക്കോളൂ. ഇല്ല സർ, മോളുടെ അസുഖം മാറിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഗൗതമേട്ടനോട് ഞാൻ എല്ലാ വിവരവും പറഞ്ഞിട്ടുണ്ട്. ഷീല പോയിക്കോളൂ. മോൾക്കിപ്പം അസുഖം കുറവുണ്ടല്ലോ. മോളെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. സാർ എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾ എന്റെ മകൾക്ക് വേണ്ടി വലിയ ത്യാഗമാണ് ചെയ്യുന്നത്. ആരും ചെയ്യാത്ത ത്യാഗം. എന്റെ ഭഗവതി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? പേ പിടിച്ചിരിക്കുന്ന അവക്കാണോ ആ കുട്ടിക്കാണോ എന്നാ ഇപ്പൊ എന്റെ സംശയം. ഗൗതമ, ആ കുട്ടിയോട് എന്താ അവക്ക് ഇത്ര വലിയ താല്പര്യം? സ്വന്തം ജീവനേക്കാൾ വലുതാണോ ആ കുഞ്ഞ്? എനിക്കറിയില്ല മോനെ. അമ്മായി എന്തിനാ അവളെ പോകാൻ അനുവദിച്ചത്? പോകണ്ടെന്ന് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ. അവൾ കേൾക്കണ്ടേ? അവൾക്കും എന്തെങ്കിലും സംഭവിച്ചാലോ? വരാൻ പാടില്ലെന്നില്ലല്ലോ. 18-ാം തീയതിയെ കല്യാണ നിശ്ചയം വെച്ചിരിക്കുക. ഏതായാലും ഞാൻ ഇന്ന് എന്നെ പോയി അവളെ വിളിച്ചോണ്ട് വരും. നീ എന്റെ കൂടെ ഒന്ന് വരണം. ഞാൻ വരില്ല. അതെന്താ മോനെ? വരില്ല, അത്ര തന്നെ. എനിക്ക് പട്ടണത്തിൽ ഒരു പരിചയമില്ല, അതുകൊണ്ടാ മോനെ. അമ്മായി അവിടം വരെ പോയി എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അസുഖം ചികിത്സയൊക്കെ കഴിഞ്ഞ് അവൾക്ക് സൗകര്യമുള്ളപ്പോ വരട്ടെ. പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. നിങ്ങൾക്ക് നാളെ പോവാം. താങ്ക് യു ഡോക്ടർ. എന്റെ പാറക്കുട്ടി, അപ്പ് എന്ന് ശബ്ദം കേട്ടാലുടൻ വലത് കൈ പൊക്കണം, സ്വിച്ചിൽ കൈയമർത്തണം. എന്താ?
നിനക്ക് ചാകാൻ ഇഷ്ടമാണോ? നിങ്ങൾ എന്തായി പറയുന്നത്? ഇടയിൽ നിനക്ക് കുറച്ച് ചാകാൻ ഇഷ്ടമാണോ എന്ന്? എനിക്ക് വയ്യ. എന്നാ ഒലക്കഞ്ഞെടുത്ത് എന്തിനാ അളിയാ? എന്നെ കാച്ചാനാണോ? തന്നെ കാച്ചാനല്ല, തന്നെ പട്ടിയെ കാച്ചാൻ. അതെന്തിനാ? മുതലാളിയുടെ മകളെ വീട്ടിൽ വളർത്തുന്ന പോമറേനിയൻ പട്ടി ഒന്ന് കടിച്ചു. കൊച്ചിപ്പോ ആശുപത്രിയിലാ. അയ്യോ, അതെന്താ പറ്റി? പട്ടി വിഷം കൊച്ചിന്റെ പൊക്കിളിന് ചുറ്റും കുത്തിവെക്കുക. പേ ഇളകില്ലേ, രക്ഷപ്പെട്ടു. എറിഞ്ഞ് ഒലിക്ക. അതിന് എന്റെ പട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അളിയാ. എന്നായാ പറഞ്ഞേ? അളിയൻ ഈ പട്ടി കടിച്ചിട്ടുണ്ടോ? ഇല്ല. മാന്തിയിട്ടുണ്ടോ? ഇല്ല. നക്കിയിട്ടുണ്ടോ? പിന്നെ വീട്ടിൽ വളർന്നു നക്കായിരിക്കും. മതി, പേപ്പട്ടിയെ നക്കത്തുള്ളൂ. ആ തുപ്പല് ശരീരത്തിൽ തൊട്ടാ മതി, വിഷം കേറും. 1 മണിക്കൂറിനുള്ളിൽ വൈ വൈ കൊരയ്ക്കും. നേരാണോ അളിയാ? അല്ല, മോരാ. അളിയാ, ഞങ്ങൾക്ക് പേടിയുണ്ട്. അളിയൻ ഈ പട്ടിയെ കൊണ്ട് സ്ഥലം വിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയേക്കാം. ഇനി അകത്തുള്ളെല്ലാം കെട്ടിപ്പുറി കിടക്ക്, ഞങ്ങൾ പോട്ടെ. ഇയാള് കുറച്ച് ആവ് മരിക്കുക എന്ത് വേണം ചെയ്യട്ടെ. പോ, അവിടെ പോ. എനിക്ക് പോയുണ്ടോ? പട്ടിയുടെ കൊര പോലെ ഒന്ന് ഇരിക്കുന്നല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നടി? ഇത് പേ തന്നെ. എഴുതി കയറെടുത്തുണ്ടോ? നമുക്ക് തെങ്ങയെ പിടിച്ചു കേട്ടാം. അയ്യോ